പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സ്കോളേഴ്സ് ഒരുക്കിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇൻ അറബിക് പേപ്പറിൻ്റെ അനലിറ്റിക്കൽ അസൈൻമെൻറ്റിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഉക്തുബ് ഹിവാറം ബൈന സ്വദീഖൈനി ഫിൽ ജാമിയ. ജാമിയയിലുള്ള രണ്ട് കൂട്ടുകാർക്കിടയിൽ സംഭവിക്കുന്ന സംഭാഷണത്തെക്കുറിച്ച് എഴുതുക എന്നുള്ള രീതിയിലുള്ളൊരു അസൈൻമെൻ്റാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ മൊത്തത്തിൽ ആശയങ്ങളൊന്നും പറഞ്ഞു പോകണം. എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടേതായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താനോ അറബിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതിന് സഹായകമാകുന്ന രീതിയിൽ ചില അർത്ഥങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അൽ ജാമിയത്ത് ലൈസ മുജറദും മക്കാൻ ലി ദിറാസ വഹുസൂലി അൽ ഷഹാദ ബൽ ഹിയ മുജ്തമഇൻ സഗീറൻ യളുമ്മു തുലാബൻ മിൻ മുഖ്തലിഫിൽ ഇത്തിജാഹാത്തി വത്തുമൂഹാത്ത്. അതായത് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഡിഗ്രി മാത്രം പഠിക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രീസ് എടുക്കുന്ന പഠിക്കുന്നൊരു സ്ഥലം മാത്രമല്ല, മറിച്ചത് എന്താണ്, മുജ്തമഇൻ സഗീർ, ഒരു സ്മോൾ കമ്മ്യൂണിറ്റിയാണ് അല്ലേ, സ്മോൾ കമ്മ്യൂണിറ്റിയാണ്. അവിടെ പലതരത്തിലുള്ള മുഖ്തലിഫിൻ ഇത്തിജാഹാത്തും വത്തുമൂഹാത്തുക്കൾ, ആംബിഷൻസും ഗോളൊക്കെയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിട്ടുണ്ടാവും. അവർക്കൊക്കെ വ്യത്യസ്തമായ താല്പര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കണം, അവർക്കിടയിൽ എന്തുണ്ടാവും, ഫ്രണ്ട്ഷിപ്പ് വളരും, അവർക്ക് എക്സ്പീരിയൻസ് കിട്ടും അല്ലെ, തജാരിബ് കിട്ടും, തജറുബാത്തുകൾ അവർക്ക് ലഭ്യമാകും എന്നുള്ള രീതിയിൽ കൂടി ഇവർ വിശദീകരിക്കുന്നുണ്ട്. കൂടാതെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റുഡൻസിനിടയിലുള്ള സംഭാഷണങ്ങളിലൂടെ, അവർക്കിടയിലുള്ള ഹിവാറാത്ത്, അവർക്കിടയിലുള്ള സംഭാഷണങ്ങളിലൂടെ അല്ലെങ്കിൽ അവർക്കിടയിൽ നടക്കുന്ന കൈമാറലുകളിലൂടെയൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും, യൂണിവേഴ്സിറ്റി ലൈഫിനെ കുറിച്ചും അവിടുത്തെ പിന്നെ മറ്റേ ആക്ടിവിറ്റീസിനെ കുറിച്ചും അക്കാദമിക് ചാലഞ്ചുകളെ കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ എക്സാം പ്രിപ്പറേഷനെ കുറിച്ചൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും അല്ലേ. തഹ്ലീറുൽ ഇംതിഹാൻ എന്നൊക്കെ പറഞ്ഞ, ഇംതിഹാനാത്ത് എന്ന് പറഞ്ഞാൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ അവർക്ക് എന്താക്കാൻ പറ്റും, ഭാവിയിൽ ഇപ്പം വരാൻ പോകുന്ന തഖസ്സുസുൽ മുസ്തഖ്ബില, ഭാവിയിൽ ഫ്യൂച്ചർ പ്ലാനുകളെ കുറിച്ച്, ഫ്യൂച്ചർ സ്പെഷ്യലൈസേഷനെ കുറിച്ചൊക്കെ കുട്ടികൾക്ക് സംസാരിക്കാൻ പറ്റും. ഹദാ ഹിവാറു ബൈന സ്വദീഖൈനി ഫിൽ ജാമിയ യുഅബ്ബിറു അനിൽ വാഖിഇൽ ഹയാത്തി തുല്ലാബിയ വമാ ഫിഹാ മിൻ തഹദ്ദിയാത്തി വഅഹ്ലാമ മുശ്തരിക അല്ലേ. നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾ, അവർക്കിടയിലുള്ള സംഭാഷണമാണ്. അവരുടെ സ്റ്റുഡൻറ്റ് ലൈഫിനെ കുറിച്ച്, അവരുടെ ചാലഞ്ചുകളെ കുറിച്ച്, അവരുടെ ഡ്രീംസിനെ കുറിച്ചൊക്കെ, അവരുടെ ഹോപ്പുകൾ പരസ്പരം കൈമാറുകയാണ് അല്ലേ. വഹ്ലാമൻ മുഷ്തരിക, അവർ ഷെയർ ചെയ്യണത്. ഓക്കെ. ഹിവാറു ബൈന സ്വദീഖൈനി ഫിൽ ജാമിയ. അഹമ്മദിൻ്റെ ഭാഗത്തു നിന്നാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അഹമ്മദ് പറയുന്നുണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു യാ ഖാലിദ് മാജ്ബുൽ ഹാദൽ ലിഖാഉ ബഅദൽ ഗിയാബൻ തുവീൽ കൈഫ് ഹാലിക് അല്ലേ. വലിയ യൂണിവേഴ്സിറ്റി ആകുമ്പോൾ എപ്പോഴും കാണണമെന്നില്ല, ഡെയിലി. അപ്പം പറഞ്ഞു, കുറേ നാൾക്ക് ശേഷം തന്നെ ഞാൻ കാണുകയാണല്ലോ ഖാലിദേ എന്ന് പറഞ്ഞു. അപ്പോൾ ഖാലിദ് പറഞ്ഞു, അതേ വലൈക്കും അസ്സലാം അല്ലേ. ഖാലിദും ആ രീതിയിൽ മറുപടി പറയുകയാണ്, ശരിയാണ്, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, യൂണിവേഴ്സിറ്റി പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട തിരക്കിലായിരുന്നു എന്ന് പറയുകയാണ്. നിനക്ക് എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു, നിനക്ക് സുഖന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അഹമ്മദ് പറഞ്ഞു, അതെ എനിക്കും സുഖം തന്നെയാണ്. അന ബിഖൈർ ഐലൻ അല്ലേ, എനിക്കെന്താണ് സുഖം തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്താണ്, ഈ സെമസ്റ്ററിൻ്റെ വർക്ക് ലോഡ് ഭയങ്കര ഓവറാണ്, നല്ല വർക്ക് ലോഡ് ഉണ്ട്. അതുപോലെ തന്നെ പ്രൊഫസർമാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് അസൈൻമെൻറ്റുകൾ എനിക്കല്ലോ, അസാധ്യത യത്ലുബൂൻ കസീറുൻ മിനൽ വാജിബാത്ത് അല്ലേ, ഒരുപാട് അസൈൻമെൻറ്റുകൾ, ഒരുപാട് ഡ്യൂട്ടികൾ എനിക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. ഫസ്ൽ എന്ന് പറഞ്ഞ സെമസ്റ്റർ കേട്ടോ. എന്നിട്ട് ഖാലിദിലേക്ക് പോവാണ്. ഖാലിദ് പറയാണ്, ശരിയാണ്, പറഞ്ഞത് ശരിയാണ്, സ്വഹീഹ്, പറഞ്ഞത് ശരിയാണ് അല്ലേ, എനിക്കിപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അസ്അർ ബിൻ നഫ്സി ഷൈഅ, എനിക്കും അത് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്താണ്, ഞാനിപ്പോൾ ഇങ്ങനെ ബിസി ആവുന്നതിന് പകരം കുറച്ച് യൂണിവേഴ്സിറ്റീൻ്റെ പിന്നെ ആക്ടിവിറ്റീസിലൊക്കെ ഇപ്പോൾ ഞാൻ പങ്കെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറക്കാൻ വേണ്ടി, കാരണം വർക്ക് ലോഡ് കാര്യമായിട്ട് വരുമ്പോൾ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറക്കാൻ വേണ്ടി ഞാൻ യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്ന കുറേ ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. തഖ്ഫീഫ് തവത്തുർ അല്ലേ, ആ ഒരു തഖ്ഫീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീവ് ചെയ്യാന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ എൻ്റെ സ്ട്രെസ് ഒന്ന് റിലീവ് ചെയ്യാൻ വേണ്ടി ഞാനത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അഹമ്മദ് പറഞ്ഞു, ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ അല്ലേ, നല്ലൊരു ഐഡിയ ആണത്. എന്ത്, അത് നല്ലൊരു ജമീൽ അല്ലേ, പിന്നെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ മുകളിൽ പറയുന്നുണ്ടല്ലേ. ഫിക്രത്തുൻ റായിയ ഫി അയ്യ നഷാത്തിൻ തുഷാരിക്കലാൻ അല്ലേ, നീ ഇപ്പോൾ ഏത് നഷാത്തിലാണ്, ഏത് ആക്ടിവിറ്റിയിലാണ് നീ ഇപ്പോൾ പങ്കെടുക്കുന്നുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഖാലിദ് പറയാണ്, ഞാൻ അടുത്തായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇളം തു മുഅഖറൻ ഇല നാദിൽ ഇലാം. നാദിൽ ഇലാം എന്ന് പറഞ്ഞാൽ മീഡിയ ക്ലബ്ബ്. നാദിൽ ഇലാം എന്ന് പറഞ്ഞാൽ
മീഡിയ ക്ലബ്ബ്. ഞാൻ അടുത്ത കാലത്തിട്ട് മീഡിയ ക്ലബ്ബിൽ കൂടിയിട്ടുണ്ട്. മീഡിയ ക്ലബ്ബിലാണ് ഞാൻ അവിടുന്ന് എങ്ങനെയാണ് ഫിലിം ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് റിപ്പോർട്ടുകൾ തയ്യാറാക്കേണ്ടതെന്നും യൂണിവേഴ്സിറ്റി ഇവൻറ്റുകളുടെ അതൊക്കെ ഞാൻ എന്താക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര എന്ത് ചെയ്യുന്നുണ്ട്, ഗുണകരവുമാണ്, പിന്നെ ഭയങ്കര ഫണ്ണിയുമാണ് അല്ലേ. എൻ്റെ മുമത്തിയും മുഫീദും ജിദ്ദൻ അല്ല, മുമത്തി എന്ന് പറഞ്ഞാൽ ഫണ്ണ്, പിന്നെ മുഫീദ് എന്ന് പറഞ്ഞാൽ ബെനഫിഷ്യൽ, മനസ്സിലായില്ലേ. അപ്പോൾ എനിക്ക് രണ്ട് കാര്യത്തിലും ഗുണവുമുണ്ട്, അതുപോലെ തന്നെ അതിൽ ഭയങ്കര ഒരു ഫണ്ണി കിട്ടുന്നുമുണ്ട്. അഹമ്മദ് പറയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ചേർന്നിട്ടുള്ളത് ഒരു അറബിക് ലാംഗ്വേജ് ക്ലബ്ബിലാണ് അല്ലേ. ബിനാദി ലോകത്തുൽ അറബിയ അറബിക് ലാംഗ്വേജ് ക്ലബ്ബിലാണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പബ്ലിക് സ്പീക്കിങ്ങും അതുപോലെ തന്നെ പോയട്രി കണ്ടക്ട്സ് നടത്തുന്നുണ്ട് അല്ലേ. അതാണ് അഹമ്മദിന് പറയാനുള്ള മറുപടി എന്നുള്ളത്. അപ്പോൾ അഹമ്മദ് അതുപോലെ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ടോ അഹമ്മദ് ബാക്കി പറയുകയാണ്. എന്നിട്ട് എന്ത് പറയുന്നുണ്ട്, കുറച്ച് സമയം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇദാഖത്തുൽ ജാമിയ. ഇദാഖത്തുൽ ജാമിയ എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി റേഡിയോ, യൂണിവേഴ്സിറ്റിൻ്റെ റേഡിയോ ഉണ്ടാവുമല്ലോ, അതിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഖാലിദ് പറഞ്ഞു, റായി അഹ്മദ് യബ്ദു അന്നക തുഹിബ്ബു അൽ-ലുഗത്ത് കസീറ അല്ലേ, നീ ഭാഷയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് പോലെ ഉണ്ടല്ലോ അല്ലേ, നിന്നെ കണ്ടിട്ട് നീ ഭാഷയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് പോലെ ഉണ്ടല്ലോ. അപ്പോൾ അഹമ്മദ് പറയണം, അതെ എനിക്ക് അറബി ഭയങ്കര ഭാഷയാണ്, എനിക്കിഷ്ടമാണ് അറബി, എനിക്കൊരു സബ്ജക്റ്റ് അല്ല, മറിച്ച് അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയും കൾച്ചറൊക്കെയാണ് അറബി എന്നുള്ളത് പറയാണ്. പക്ഷേ ഈ സെമസ്റ്റർ എന്ത് ചെയ്യാണ്, കുറച്ച് റിസ്ക് തന്നെയാണ് എന്നുള്ളതാണ് ആര് പറയുന്നത്, അഹമ്മദും കൂടി പറഞ്ഞത് അല്ലേ. ശരിയാണ്, പക്ഷെങ്കിലും ഈ സെമസ്റ്റർ ഹാദൽ ഫദൽ സ്വൈബൻ നൗഅൻ അല്ലേ. അപ്പോൾ അത് എന്താണ്, കുറച്ച് റിസ്ക് തന്നെയാണ് എന്നുള്ള രീതിയിലാണ് അഹമ്മദ് പറയുന്നത്. അപ്പോൾ ഖാലിദ് ചോദിക്കുകയാണ്, എന്തപ്പോൾ നിങ്ങൾക്ക് ഇത്ര ടഫായിട്ട് തോന്നാൻ, മല്ലത് ജഅലഹു സ്വഅബൻ, നിങ്ങൾക്ക് എത്ര ടഫായിട്ട് തോന്നുന്നത് എന്താണ്. അപ്പോൾ അഹമ്മദ് പറയാണ്, നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വിഷയമുണ്ട്. എന്താണ് വിഷയം, നഖ്ദുൽ അദബിയ, ലിറ്ററസി ക്രിറ്റിസിസം അല്ലേ, സാഹിത്യ വിമർശനം എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. പൊതുവേ അറബിക് ലാംഗ്വേജിൽ കുറച്ച് ടഫുള്ള വിഷയം തന്നെയാണ്, അത് പഠിച്ചവർക്കറിയാം. ലിറ്റററി ക്രിറ്റിസിസം, നഖ്ദുൽ അദബിയ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട മേജർ ഏരിയ തന്നെയാണ്. അപ്പോൾ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഡീപ്പ് അനാലിസിസ്, നല്ല ഡീപ്പായിട്ട് തന്നെ പഠിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നൊരു പ്രശ്നം അല്ലേ. ഖിറാഅത്തുൻ കസീറത്തുൻ തഹ്ലീൽ ദഖീഖ് ഫാൻസ് അല്ലേ, നിങ്ങൾക്ക് എന്താണ് ഇത്ര റിസ്ക് ആയിട്ടുള്ളത്. അപ്പോൾ ഖാലിദ് പറയാണ്, ഇന്ത്യ സ്വാബത്തും ഫി മാദത്തിൽ മുഹാസബ, അക്കൗണ്ടിങ് ആണ്, അക്കൗണ്ടിങ്. അപ്പോൾ അയാൾ കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആയിരിക്കാം. അയാൾ പറയാണ്, എനിക്ക് അക്കൗണ്ടിങ് ആണ് പ്രശ്നം, ഒരുപാട് നമ്പേഴ്സും കോംപ്ലക്സ് ടേംസൊക്കെ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കര പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട് പലപ്പോഴും. പിന്നെ എനിക്കൊരു മുസ്തലഹാത്ത് മുഅക്കദ അല്ലേ, കോംപ്ലക്സ് ആയിട്ടുള്ള ടേംസ് എനിക്കൊരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ലാക്കിൻ ഉഹാവിലു അൻ റാജിയ കുല്യ യൗമിൻ മഅ സുമലാനി, എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ കൂടെ, സുമല എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ, ക്ലാസ്മേറ്റ് എന്നൊക്കെ പറയാം, ക്ലാസ്മേറ്റിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാനത് ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്, റിവ്യൂ ചെയ്യുന്നുണ്ട്, വലിയ കുഴപ്പമില്ല എന്നാണ് ഖാലിദിൻ്റെ മറുപടി. ആ സമയത്ത് അഹമ്മദ് പറയാണ്, ഹദാ മുംതാസ്, അത് നല്ലൊരു കാര്യമാണ്, അതൊരു നല്ല കാര്യമാണ്. എന്ത് ചെയ്യും, ടീം വർക്ക് എപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് കാര്യങ്ങൾക്കെല്ലാം ഒന്ന് ഫഹം, പെട്ടെന്ന് മനസ്സിലാക്കാൻ നമ്മൾ എളുപ്പമാണ് ടീം വർക്ക് എന്നുള്ളതാണ്. ഏതായാലും ബിൽ മുനാസബ ഹൽ ബദഅത തഹ്ലീറുൽ ഇംതിഹാനസ് അല്ലേ, നീ എക്സാമിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയോ, എന്താണ് നിൻ്റെ എക്സാമിൻ്റെ പ്രിപ്പറേഷൻസിനെ കുറിച്ചൊക്കെ നിൻ്റെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഖാലിദ് പറയാണ്, ലൈസ ബാദി യശക്കിൽ ജിദ്ദി അല്ലേ, എന്താണ് ഞാൻ ഇതുവരെ സീരിയസ് ആയിട്ട് ഒരു ജിദ്ദൻ എന്ന് പറയുന്ന രീതിയിലൊന്നും ഞാൻ എന്തായിട്ടില്ല, എടുത്തിട്ടില്ല, അങ്ങനെ ഒരു സീരിയസിലേക്ക് ഞാൻ ഇതുവരെ എന്തായിട്ടില്ല, പോയിട്ടില്ല. എക്സാമിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ഞാൻ എന്തായിട്ടില്ല, അങ്ങനെ തുടങ്ങിയിട്ടില്ല. ഞാൻ എൻ്റെ നോട്ട്സൊക്കെ നോക്കുന്നുണ്ട്, ഡെയിലി നോട്ട്സും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എക്സാം അടുത്ത് വരികയാണ്, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം, പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ആര് പറയുന്നത്, നമ്മുടെ ഖാലിദിൻ്റെ മറുപടി അല്ലേ. യജിബു അൻ നബ്ദഉ മിനൽ ആൻ അല്ലേ, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഖാലിദ് പറയുന്നത്. ആ സമയത്ത് അഹമ്മദ് പറയാണ്, സുഹീഹ്, ശരിയാണ്, അത്തഹ്ലീറുൽ മുബക്കർ യുവഫിറു അലൈന തവത്തുർ ഫി നിഹായ അല്ലേ. അയാൾ പറയുന്നത് വെച്ചാണ്, പിന്നെ എക്സാം അടുത്തടുത്ത് വന്നപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് പഠിക്കുകയാണെങ്കിൽ പിന്നെ വരുന്ന സ്ട്രെസ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇല്ലാതാക്കാൻ പറ്റും, അത് നമുക്ക് എന്തായാലും ഗുണകരമാണ് എന്നുള്ളതാണ് ആരുടെ മറുപടി, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ അഹമ്മദിൻ്റെ മറുപടി എന്നുള്ളത് അല്ലേ. എന്നിട്ട് അഹമ്മദ് ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അഹമ്മദ് പറയാണ്, അന ഒഹസിസ് കുല്ലി മസായിൻ സാത്തിൽ മൊറാജ,
കാര്യങ്ങൾ മറാജിയ കാര്യങ്ങൾ പഠിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മണിക്കൂർ എല്ലാ ദിവസവും. മറാജിയ എന്നൊക്കെ പറഞ്ഞാൽ റിവിഷൻ എന്നൊക്കെ വേണമെങ്കിൽ വെക്കാം നമുക്ക് കേട്ടോ. റിവിഷന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ മസായിലും എല്ലാ ഈവനിങ്ങിലും ഒരു ഹവർ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. സാത്ത് ഒരു മണിക്കൂർ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് എന്നുള്ളതാണ് അഹ്മദ് കൊടുത്ത മറുപടി. അപ്പൊ ഖാലിദ് പറയാണ്, ബിൽ മുനാസബ യാ അഹ്മദ് അൽ ഇഖ്തർത തഖസ്സുസക നിഹായ്, അല്ലേ നീ എൻ്റെ ഫൈനൽ സ്പെഷ്യലൈസേഷൻ എടുത്തോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു സ്പെഷ്യലൈസേഷൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവാം, ആ സ്പെഷ്യലൈസേഷൻ നീ തിരഞ്ഞെടുത്തോ. തഖസ്സുസ് അല്ലേ, നമ്മൾ ഇതിൽ ഒരുപാട് ടെർമിനോളജീസ് പഠിക്കും കേട്ടോ, മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഈ മേജർ ടേമുകളൊക്കെ നിങ്ങളോട് എടുത്തു പറയുന്നത്. തഖസ്സുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലൈസേഷൻ ആണ്. അപ്പോൾ നിന്നെ നിഹായി ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻ നീ ഫിക്സ് ആക്കിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അഹ്മദ് പറഞ്ഞു, ഞാൻ ഇഖ്തർതു തഖസ്സുസ് ലുഗത്തുൽ അറബിയ, അല്ലേ ഞാൻ അറബിക് ലാംഗ്വേജ് തന്നെയാണ് നോക്കുന്നത്. എനിക്ക് ലിറ്ററേച്ചർ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭാവിയിൽ എന്ത് ചെയ്യണം, ഒരു ടീച്ചർ ആവാനാണ്, അല്ലേ നക്കൂൻ ഉസ്താദൻ ഫിൽ മുസ്തഖ്ബിൽ, ഭാവിയിൽ ഞാനൊരു ടീച്ചർ ആവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് എൻ്റെ എയിം, അതാണ് എൻ്റെ ഒരു ഗോള് എന്ന് പറഞ്ഞു. ഖാലിദ് പറഞ്ഞു, ജമീലൻ ജിദ്ദ, നല്ല കാര്യമാണ്, അതൊരു നല്ല കാര്യം തന്നെയാണ്. ഞാനാണെങ്കിൽ തിരഞ്ഞെടുത്ത എന്താണ്, പിന്നെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇദാറത്തുൽ അമാൽ, ഇദാറത്തുൽ അമാൽ എന്താണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, നമ്മൾ MBA എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം തന്നെ. എന്നിട്ട് അയാൾ പറയാണ്, അതെന്ത് ചെയ്യും, അന്നഹു യഫ്തഹ്ലി ഫുർസൻ കസീർ അൽ ഹയാത്തുൽ ഇൽമിയ, അല്ലേ ഹയാത്തുൽ അമലിയ, എൻ്റെ പ്രൊഫഷണൽ ലൈഫ്, ഹയാത്തുൽ അമലിയ വെച്ചാൽ പ്രൊഫഷണൽ ലൈഫിലേക്ക് എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഫുർസ് എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് കിട്ടും അതുകൊണ്ട് എന്നുള്ളതാണ് ഖാലിദിൻ്റെ വാദം. അപ്പോൾ നമ്മുടെ അഹ്മദ് പറയാണ്, അതേ അഹ്മദിൻ്റെ വാദം എന്നുള്ളത് കുല്ലു യഖ്താർ മാ യുനാസബു, അല്ല എല്ലാവരും അവർക്ക് യോജിച്ചതാണ് അവർ തിരഞ്ഞെടുക്കേണ്ടത്. അവരുടെ ഗോളും അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ആണ് അവർ തിരഞ്ഞെടുക്കേണ്ടത്. ഏതായാലും അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് നൊഹബ് മാ നുദ്റസ്, നമ്മൾ പഠിക്കുന്നതിന് നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കണം എന്നുള്ളതാണ് അഹ്മദിൻ്റെ വാദം. ആ സമയത്ത് ഖാലിദ് പറയാണ്, സ്വദഖ്ത്, നീ പറഞ്ഞ സത്യമാണ്, അല്ലേ പക്ഷേ നീ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള സ്ഥലം മാത്രമല്ല, അല്ലേ പഠിക്കാനുള്ളൊരു സ്ഥലം മാത്രമല്ല, പിന്നെയോ അതൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി കൂടിയുള്ളൊരു സ്ഥലമാണ് എന്നുള്ളതാണ് ആരുടെ വാദം, ഖാലിദിൻ്റെ വാദം. തത്വർ ഷഖ്സിയ വ ബിനാ അൽ മുസ്തഖ്ബിൽ, ഫ്യൂച്ചർ ബിൽഡിംഗ്, അല്ലേ ഒരു ഫ്യൂച്ചർ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കൂടിയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ് ഖാലിദ് പറയുന്നത്. അഹ്മദ് പറയാണ്, ശരിയാണ്, വളരെ ശരിയാണ്, അല്ലേ അതൊരു നമുക്ക് അതിൻ്റെ കൂടാതെ തന്നെ നമുക്ക് ഫ്രണ്ട്സിന് ഉണ്ടാക്കേണ്ട ഒരവസരം കൂടിയാണത്. അതുപോലെ തന്നെ നമ്മുടെ ഐഡിയാസുകളെ, അഫ്കാറുകളെ നമുക്ക് എന്ത് ചെയ്യാം, തബാദുൽ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരം കൂടിയാണ് നമുക്കിവിടെ കിട്ടുന്നത് എന്നുള്ളതാണ് അഹ്മദ് പറയുന്നത്. അപ്പോൾ ഖാലിദ് പറയാണ്, ഖാലിദ് ചിരിച്ചുകൊണ്ട് പറയാണ്, അതേ വാഹിക്കായിട്ട് ഖാലിദ് പറയാണ്, സഹീഹ്, ശരിയാണ്, പറഞ്ഞത് വളരെ ശരിയാണ്, അല്ലേ ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലഖദ് ഇഷ്തഖ്തു ലിഹാദിൽ അഹാദീസിൻ ജമിഅ, ഇഷ്തഖ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ മിസ് എന്നാണ് അർത്ഥം. എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സംസാരമൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ഇങ്ങനെയുള്ള ഒരു ഫ്രണ്ട്സിനോടൊപ്പം ഈ സംസാരങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഫുള്ള് പഠിപ്പിലാണ്, ഫുള്ള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പഠിപ്പിച്ചിട്ടാണെന്നാണ് ഖാലിദ് പറയുന്നത്. ആ സമയത്ത് അഹ്മദ് പറയാണ്, മീ ടു, അത് എനിക്കും ഇത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് എന്താണ്, ഹദീസു മാക യബഅസു ഫീ നഫ്സിൽ ഹാമിസ് മിൻ ജദീദ്, അല്ല എൻ്റെ ഉള്ളിൽ നിന്നോട് സംസാരിക്കുമ്പോൾ ഒരു നല്ലൊരു സന്തോഷം, ഒരു എന്തൂസിയാസ്റ്റിക് മൈൻഡ് എൻ്റെത് ഓണായി വരികയാണ് എന്നുള്ളതാണ് ആരുടെ വാദം, നമ്മുടെ അഹ്മദിൻ്റെ വാദം. ആ സമയത്ത് ഖാലിദ് പറയാണ്, പറയുന്നതാണ്, പിന്നെ എനിക്കും അങ്ങനെ തന്നെയാണ്, അല്ലേ എനിക്കും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് ഖാലിദ് പറയുന്നത്. താങ്ക് യു, അല്ലേ ഏതായാലും നല്ലൊരു എൻജോയബിൾ ടൈമായിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് നല്ല റാഹത്തുള്ള, അല്ലേ ഹാദൽ വക്തുൽ മുമത്യ, നല്ല റാഹത്തുള്ള, നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സമയമാണ് കിട്ടിയത് എന്നാണ് ഖാലിദ് പറയുന്നത്. അപ്പോൾ അഹ്മദ് പറയാണ്, യോ വെൽക്കം മൈ ഫ്രണ്ട്, അല്ലേ നിനക്ക് പിന്നെ ലഫു യാ സുദീഖി, അല്ലേ നല്ലൊരു സമയം തന്നെയാണ്. ഞാനും വിചാരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും,
നീ നല്ല വരാൻ പോകുന്ന പഠനത്തിലും എക്സാമിലൊക്കെ ടോപ്പായിട്ട് വരും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഖാലിദ് പറയാണ് സെയിം ടു യു അല്ലേ, വല്ല കവിമിസിൽ അല്ലേ, നിനക്കും അങ്ങനെ തന്നെ ആവട്ടെ. സെയിം സെയിം ടു യു. നമുക്ക് പെട്ടെന്ന് തന്നെ ലൈബ്രറിയിൽ വെച്ച് കാണാം. ഇനി ഉടനെ തന്നെ ലൈബ്രറിയിൽ റിവ്യൂ ടൈമിലൊക്കെ നമുക്ക് ലൈബ്രറിയിൽ വെച്ച് കാണാം എന്ന് പറയാണ്. അപ്പൊ അഹമ്മദ് പറയാണ് ഇൻഷാ അല്ലാഹ് ഇലൽ ലിഖാ അല്ലേ, ഇൻഷാ അല്ലാഹ് ഇലൽ ലിഖാ, നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും. ഖാലിദ് പറയാണ് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ നമുക്ക് മൊത്തത്തിൽ മനസ്സിലായത്? ഇത് രണ്ട് കൂട്ടുകാർക്കിടയിൽ നടക്കുന്ന വളരെ ശ്രദ്ധേയമായ രീതിയിൽ കുറച്ച് നാളുകൾക്ക് ശേഷം യൂണിവേഴ്സിറ്റിയിൽ തന്നെ വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പഠിക്കുന്ന രണ്ടു പേർക്ക് ഇടയിലുള്ള സംസാരമാണിത്. അപ്പോൾ നമ്മൾ കണ്ടു ഒരുപാട് യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ടെർമിനോളജീസ് നമ്മളതിൽ നോട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് ടെർമിനോളജികൾ അതിലുണ്ട്. പിന്നെ ഒരുപാട് വാക്കുകളൊക്കെ നമുക്കതിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് സ്പീഡിൽ വായിച്ചു പോയതാണ്. അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ വെട്ടിക്കുറക്കണോ തിരുത്തുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അവർ കാര്യമായിട്ട് അവരുടെ സംസാരത്തിൽ വന്നിട്ടുള്ളത് യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പ്രത്യേകിച്ച് പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വാക്കും മീഡിയ ക്ലബ്ബ്, റിവ്യൂ, സെമസ്റ്റർ, റിവിഷൻ, അങ്ങനെയുള്ള കണ്ടമാനം വേർഡ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടായി അല്ലേ. അസൈൻമെൻറ്റ്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വേർഡ്സുകൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അത്തരം വേർഡ്സുകളൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ, പ്രത്യേകിച്ച് നിങ്ങളൊക്കെ പഠന വിദ്യാർത്ഥികളായതുപോലെ തന്നെ അറബി ഭാഷ പഠിക്കുന്നതുകൊണ്ട് തന്നെ അറബി ഭാഷയിലെ കൂടുതൽ വിശാലമായ ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇത്തരം വാക്കുകളൊക്കെ നിരന്തരമായ ഉപയോഗം വരുന്നതായി ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഇത്തരത്തിൽ അറബി ഭാഷയിൽ വരുന്ന ഇത്തരം പ്രധാനപ്പെട്ട പദങ്ങളെ ക്രോഡീകരിക്കാനും അത് പഠിക്കാനൊക്കെ നിങ്ങളോട് പറയുന്നത്. ഏതായാലും ഖാത്തിമയിലേക്ക് നമുക്ക് കടക്കാം അല്ലേ. من خلال هذا الحوار ندرك أن الحياة الجامعية ليست فقط دروس والمحاضرات بل هي أيضا رحلة التعليم والتعاون والصداقة അല്ലേ. നമുക്ക് യൂണിവേഴ്സിറ്റിയിലെ ഈ ലൈഫിനെ കുറിച്ച് മനസ്സിലാക്കിയത്, ഈ ഡയലോഗിൽ നിന്ന് നമുക്ക് മനസ്സിലായത്, അത് ലെസൺസിൻ്റെയും ലെക്ചറിൻ്റെയും സ്ഥലം മാത്രമല്ല, പഠിക്കാനും പഠിപ്പിക്കാനുള്ള സ്ഥലം മാത്രമല്ല, പിന്നെയോ അത് കുറേ കാര്യങ്ങൾ നേടാനും സഹകരണത്തിൻ്റെയും പിന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെയൊക്കെ ഒരു സ്ഥലമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. ക്ലാസ്മേറ്റുകൾക്കിടയിലുള്ള ബന്ധങ്ങൾ വളരെ സുതാര്യമായിരിക്കണം, അത് വളരെ സുദൃഢമായിരിക്കണം, സ്ട്രെങ്തൻ അല്ലേ, വളരെ സുദൃഢമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവണം എന്നുള്ള രീതിയിലൊക്കെയാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഇവിടെ. അതാണ് നമുക്ക് കാര്യമായിട്ട് മനസ്സിലായിട്ടുള്ളത്. പിന്നെയോ പിന്നെ നമുക്ക് മനസ്സിലായത് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ എന്ത് വേണം, പഠിക്കുന്ന സമയത്ത് ഒരു ബാലൻസിങ് ആവശ്യമാണ് എന്നുള്ളതാണ് അല്ലേ. തവാസുൻ, ബാലൻസിങ് എന്തിനാണ്, പഠനവും അവരുടെ ഡെയിലി ലൈഫുമായിട്ടുള്ള നല്ലൊരു പിന്നെ ആക്ടിവിറ്റികളിലൊക്കെ അവർ ഏർപ്പെടുന്ന രീതിയിലുള്ള ഒരു ബാലൻസിങ് അവർക്ക് ആവശ്യമാണ് എങ്കിൽ പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ എടുക്കുന്ന സമയത്ത് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രം ഒരു സ്പെഷ്യലൈസേഷൻ എടുക്കണം, ഫ്യൂച്ചർ ഗോളൊക്കെ നോക്കിയിട്ടാണ് എടുക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് പോലെ യൂണിവേഴ്സിറ്റി എന്താണ്, അതൊരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് അല്ലേ. ഏതെങ്കിലും ഒരു പിന്നെ ഭാവിയിൽ വരാൻ പോകുന്ന ബിദായത്ത് ത്വരീഖിൽ മുഷ്രിഖ നഹ്വ ബിനായ മുസ്തഖ്ബിൽ, ഫ്യൂച്ചർ ബിൽഡിങ്ങിലേക്കുള്ള ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വരുന്ന യൂണിവേഴ്സിറ്റിയിലെ പഠനം. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ കൊടുക്കുക. പിന്നെ കൺക്ലൂഷനാണ് നമുക്ക് വരുന്നത്. കൺക്ലൂഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുട് നോട്ടിലേക്ക് പോകും. നമ്മളിതിൽ മറാജിയൊന്നും കൊടുത്തിട്ടില്ല, കാരണം മറാജി ഇല്ല ഇതിൽ. നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭാഷണം ആയതുകൊണ്ട് തന്നെ ഇതിന് മറാജി ഇല്ല, മറിച്ച് ഫുട് നോട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ചില വേർഡുകൾക്കൊക്കെ ഞാൻ ഫുട് നോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അൽ മഷ്റൂഅത്തുൽ ജാമിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി പ്രൊജക്റ്റ് എന്നാണ്, ഇപ്പുറത്തേക്കാണ് വന്നിട്ടുണ്ട്, റൈറ്റ് സൈഡിലേക്ക് എഴുത്ത് വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കണേ. പിന്നെ അൻഷിദത്തുൽ ജാമിയ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ആക്ടിവിറ്റീസ്, മനസ്സിലായില്ല. അത് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതുന്നെങ്കിൽ ഇംഗ്ലീഷ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇംഗ്ലീഷിൽ അർത്ഥം പറഞ്ഞിരുന്നത് കേട്ടോ. അൻ നഖദുൽ അദബിയ എന്ന് പറഞ്ഞാൽ ലിറ്റററി ക്രിറ്റിസിസം, മനസ്സിലായില്ല, ഭാഷാപരമായിട്ടുള്ള സാഹിത്യപരമായിട്ടുള്ള വിമർശനം, സാഹിത്യ വിമർശനമാണ് ലിറ്റററി ക്രിറ്റിസിസം. പിന്നെ നാലാമത്തത് അൽ മുസ്തലഹാത്ത്, ടെർമിനോളജി എന്നൊക്കെയാണ് അർത്ഥം, വാക്കുകൾ, പദപ്രയോഗങ്ങൾ, അതിൻ്റെ ടേം എന്നുള്ള രീതിയിൽ ഒരു സംഭവമാണ് പോകുന്നത്. താഴെ എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ, മനസ്സിലായില്ല, സഹകരണം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും, കോർപ്പറേഷൻ. അതുപോലെ തന്നെ ആറാമത് വരുന്നാൽ മറാജിയ, എന്താണ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ റിവിഷൻ. അപ്പോൾ ഇത്തരം പദപ്രയോഗങ്ങൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് പദങ്ങളെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടോയെന്ന് അറിയില്ല. നിങ്ങളുടെ
അസൈൻമെൻറ്റിൻ്റെ ഭംഗിക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് മാത്രം ഹവാമിഷുകൾ കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നിലവിൽ ഈ അസൈൻമെൻറ്റ് കമ്മ്യൂണിക്കേഷൻ അറബിക്കിൻ്റെ അനലിറ്റിക്കൽ അസൈൻമെൻറ്റ് വരുന്നത്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കാര്യങ്ങൾ നോക്കി എഴുതുക. ചിലപ്പോൾ മുഴുവനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്ക് മുഴുവനായിട്ട് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ചൊക്കെ നോക്കി ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്നായി എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.